ആയത്തുള്ള സയ്യിദ് അലി ഹുസൈനി ഖാംനെയി ഫെബ്രുവരി 28, 2026 ഇറാനിൽ കൊല ചെയ്യപ്പെട്ട ഇറാൻ്റെ സുപ്രീം ലീഡർ. അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളതല്ല ഈ വീഡിയോ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പേര്, അതിനെക്കുറിച്ച് ചിലത് പറയാൻ വേണ്ടിയിട്ടാണ്. ആയത്തുള്ള സയ്യിദ് അലി ഹുസൈനി ഖാംനെയി. ഇതിൽ അലി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഹുസൈനി എന്നുള്ളത് ആ ഒരു പരമ്പര കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് പരിശുദ്ധ പ്രവാചകൻ്റെ ചെറുമകൻ ഹുസൈൻ ഇബ്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വംശ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് എന്നർത്ഥം. ഹുസൈനി റസൂലിൻ്റെ കുടുംബം ആയതുകൊണ്ട് തന്നെ സയ്യിദ്, അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ തങ്ങൾ എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് അദ്ദേഹം മിക്കപ്പോഴും ആ ഒരു കറുത്ത ടർബൻ, ആ ഒരു കറുത്ത തലയെക്കെട്ട് ഉപയോഗിക്കുന്നത്. ഈ ഷിയാക്കളിൽ അങ്ങനെയുണ്ട്. അവരുടെ ആലിമീങ്ങൾ അവർ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരുടെ ടർബൻ അതിന് കറുത്ത കളറായിരിക്കും. അത് സയ്യിദ് കുടുംബത്തിൽപ്പെടാത്ത ആലിമീങ്ങളാണ്, മതപണ്ഡിതന്മാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ടർബൻ്റെ കളറ് വെള്ളയായിരിക്കും, വെളുത്ത കളറായിരിക്കും. ഇനി ഖാംനെയി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ ഒരു ബേസ് സൂചിപ്പിക്കുന്നതാണ്. അതായത് കൂഫികൾ അല്ലെങ്കിൽ തബ്രീസികൾ, ബാഗ്ദാദികൾ എന്നൊക്കെ പറയുന്ന പോലെ ഖാംനെയി എന്ന് പറഞ്ഞാൽ ഖാംന എന്ന പ്രദേശക്കാരൻ എന്നർത്ഥം. ഇത് കിഴക്കൻ അസർബൈജാൻ്റെ ഒരു പ്രദേശമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവികർ ആ പ്രദേശത്തുകാരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഖാംനെയി, ഖാംന എന്ന പ്രദേശത്ത് നിന്ന് ഉള്ളവർ എന്നർത്ഥം. അത് ഒരു പ്രദേശത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേരാണ് ഖാംനെയി. ഇനി ആയത്തുള്ള എന്ന് പറയുന്നത് അതൊരു പദവിയാണ്. ഇത് ഉയർന്ന ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് നൽകപ്പെടുന്ന ഒരു പദവിയാണ്. ആയത്തുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടയാളം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം, വചനം, അള്ളാഹുവിൻ്റെ ആജ്ഞ നടപ്പിലാക്കുന്ന വ്യക്തി എന്നൊക്കെയാണ് അർത്ഥം. ഇത് 10-40 വർഷം തീവ്ര പഠനത്തിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ എത്തിച്ചേരുന്ന ഒരു പദവിയാണ്. ഇതിനങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള കോഴ്സോ എക്സാമോ അങ്ങനെയൊന്നും ഇല്ല. മറിച്ച് മറ്ററിയപ്പെടുന്ന മതപണ്ഡിതന്മാരും നേതാക്കളും അറിഞ്ഞ് നൽകുന്ന ഒരു അംഗീകാരമാണ്. ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹദീസിലും ഖുർആനിലും അറബി ഭാഷയിലൊക്കെ ആഴത്തിലുള്ള പഠനം അത് പൂർത്തിയാക്കണം. പിന്നീട് അറബിക് ഗ്രാമറും ഇസ്ലാമിക ചരിത്രങ്ങളും ഒക്കെ പഠിക്കണം. പിന്നീട് ഫിഖ്, ഉസൂലുൽ ഫിഖ് പൂർണ്ണമായിട്ട് സ്വായത്തമാക്കണം. ഈ ഒരു അവസ്ഥയിൽ വരെ ഹുജ്ജത്തുൽ ഇസ്ലാം എന്നറിയപ്പെടും. ഇസ്ലാമിക വിദഗ്ധർ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അതോറിറ്റി എന്ന രീതിയിൽ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് പറയും. അത് കഴിഞ്ഞ് ഇവരുടെ അഡ്വാൻസ് ലെവൽ സ്റ്റഡീസ് ഉണ്ട്. ദർസൽ ഖാരിജി എന്നാണ് ഇതിന് പറയുന്നത്. ദർസൽ ഖാരിജി ഗ്രന്ഥങ്ങൾക്ക് അതീതമായിട്ടുള്ള പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളാത്ത പാഠ്യ പദ്ധതികളാണ്. ഇതാണ് അവസാനത്തേതും ഏറ്റവും പ്രയാസകരവുമായിട്ടുള്ള ഘട്ടം. ഇതിലിവർ മറ്റ് ഉയർന്ന ആയത്തുള്ളമാർ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുകയും അതിലെ നിയമപരമായിട്ടുള്ള ന്യായവിധികൾ വാദിക്കുകയും വിമർശിക്കുകയും പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യണം. ഇതൊക്കെ ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ ആഴത്തിലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലും ആയിരിക്കണം. ഇത്തരത്തിലുള്ള ഇവരുടെ വാദങ്ങളും പ്രതിവാദങ്ങളും മറ്റ് ഉയർന്ന ആയത്തുള്ളമാർ അംഗീകരിക്കുകയും വേണം. ചില്ലറ കളിയല്ല. പിന്നീട് ആയത്തുള്ള ആവുന്നതിൻ്റെ അവസാന പടി എന്നത് ഇജ്തിഹാദാണ്, സ്വതന്ത്ര ന്യായവാദം. അതായത് കൃത്യമായ വിധികളില്ലാത്ത ഒരു വിഷയത്തിൽ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ന്യായവിധികൾ കണ്ടെത്താൻ യോഗ്യന്മാരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ, മുജ്തഹിദ് എന്നാണ് ഇവരെ പറയുന്നത്. അതായത് ഗ്രന്ഥങ്ങളിൽ വ്യക്തമല്ലാത്ത ചില വിഷയങ്ങളിൽ നിയമപരമായിട്ടുള്ള വിധികൾ വേർതിരിച്ചെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള മഹാപണ്ഡിതന്മാർ, അവരാണ് പിന്നീട് ആയത്തുള്ളമാരായിട്ട് മാറുന്നത്. ഈ ഒരു പേര് അപ്പോഴും സ്ഥിരപ്പെടുന്നില്ല. ഇതൊരു യൂണിവേഴ്സിറ്റി PhD പോലെയുള്ളൊരു പരിപാടിയല്ല. പകരം നിലവിലുള്ള ഉയർന്ന ആയത്തുള്ളമാരുടെ അഭിപ്രായ ഐക്യത്തിലാണ് ഈ ഒരു വിദ്യാർത്ഥിയെ അവർ മുജ്തഹിദായിട്ട് പരിഗണിക്കുന്നത്. അതിന് ഒരു സർട്ടിഫിക്കേഷൻ പോലെ അല്ലെങ്കിൽ ഒരു സാക്ഷിപത്രം പോലെ അവർ കൊടുക്കുകയും ചെയ്യും. ഒരു പ്രമാണം, ഇതിന് ഇജാസ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി മുജ്തഹിദായി മാറുന്നത്. ഇനി അപ്പോഴും ആയത്തുള്ള ആവുന്നില്ല. അതിന് പിന്നീട് മറ്റ് മതപണ്ഡിതന്മാരുടെയും പൊതുജനങ്ങളുടെയും അംഗീകാരം കൂടി വേണം. അതായത് ഈ വ്യക്തിയുടെ അറിവും ഭക്തിയും ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയാൽ ഈ വ്യക്തിയെ അവർ ആയത്തുള്ള എന്ന് വിളിച്ചു തുടങ്ങും. അങ്ങനെ ആ പേര് സ്ഥിരപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു പേരിൽ പിന്നീട് അവർ അറിയപ്പെടാൻ തുടങ്ങും.
പിന്നീട് ഈ ആയത്തുള്ളയെ പിൻപറ്റി ഒരുപാട് ആളുകൾ ഉണ്ടാവുകയും ദൈനംദിന ജീവിതത്തിൽ ഈ ആയത്തുള്ളയിൽ നിന്ന് വിധികൾ തേടുകയും അത്തരത്തിലുള്ള ന്യായവിധികളുടെ ഒരു റിസാല, ഒരു ഗ്രന്ഥം ഈ ആയത്തുള്ള പ്രസിദ്ധീകരിക്കുകയും അതൊരു പറ്റം ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്താൽ പിന്നീട് ഇദ്ദേഹം ഗ്രാൻഡ് ആയത്തുള്ള എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ്. മർജ എന്നാണ് ഇതിന് പറയുന്നത്, ഗ്രാൻഡ് ആയത്തുള്ള. ഇത്തരത്തിലുള്ള ഒരു പദം അല്ലെങ്കിൽ ഇതിനോട് താരതമ്യം ചെയ്യാവുന്ന ഒരു പദപ്രയോഗം സുന്നികളുടെ ഇടയിൽ ഉണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ഈ ഷെയ്ഖുൽ ഇസ്ലാം, മുഫ്തി എന്ന് പറഞ്ഞാൽ ഈ ഫത്വ കൊടുക്കാൻ പ്രാപ്തനായ ഒരു വ്യക്തി എന്നാണ്. അല്ലാമ, മൗലാന. പക്ഷേ ഇതൊന്നും ആ ആയത്തുള്ള എന്ന് പറയുന്ന ആ ഒരു പദവിക്ക് തുല്യമായിട്ടുള്ള ഒരു പദവിയല്ല. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോപ്പ്, കർദിനാൾ എന്നൊക്കെ പറയുന്ന അവരുടെ റിലീജിയസ് അതോറിറ്റിയുടെ ഒരു ബേസ് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പോപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് ഒരാളാണ് ഉണ്ടാവുക. ഈ ആയത്തുള്ള ഒരേ സമയത്ത് ഒരുപാട് ആയത്തുള്ളമാരും ഒരുപാട് ഗ്രാൻഡ് ആയത്തുള്ളമാരും ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ക്രിസ്ത്യാനികളുടെ പോലെ വിവാഹം പാടില്ല, അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതാണ് ആയത്തുള്ള. ആയത്തുള്ള സയ്യിദ് അലി ഹുസൈനി ഖാംനെയി. അദ്ദേഹം ഒരു ആയത്തുള്ള മാത്രമായിരുന്നില്ല, ഒരു ഗ്രാൻഡ് ആയത്തുള്ള ആയിരുന്നു.